അപ്പൊ തുടങ്ങാല്ലേ? ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയനെന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. വിശ്വസ്തനാമൊരു വൈദ്യുതി മന്ത്രിയെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഞങ്ങൾ അസ്വസ്ഥരാണ്. പാറടിപ്പാട്ടിലെ പോലീസ് എഫ്ഐആർ മതവിശ്വാസം തകർത്തു, മതവികാരത്തെ അപമാനിച്ചു, മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കിവിടാനുള്ള ഉദ്ദേശമെന്നൊക്കെയാണ് അങ്ങ് തട്ടിമൊളിക്കൽ. പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ. പരമ അസംബന്ധമാണ് ഇവിടെ ഈ CPM-കാർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് തെരഞ്ഞെടുപ്പ് തോറ്റു, ഇനി തോൽവി അംഗീകരിച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയാം. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ ഇത്തവണത്തേക്ക് ക്ഷമിക്കണം, ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതിന് പകരം ഇതുപോലെയുള്ള നോൺ ഇഷ്യൂസൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന് കൂടുതൽ അപഹാസ്യരാവും പരിഹാസ്യരാവും എന്നുള്ളത് എന്ത് പ്രയോജനമുള്ളത്? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. ശബരിമല തെരഞ്ഞെടുപ്പിന് ശരണമന്ത്രമാണ്, അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ് സ്വാമി അയ്യപ്പോ എന്നുള്ള ഒരു ഭക്തിഗാനം. ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ എങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നത് CPM-ൽ നിന്നാണ്. ശബരിമല ഭക്തന്മാരിൽ ഏറ്റവും അധികം ഉള്ളത് CPM ആരുമാണ്, CPM-ൽ ഏറ്റവും അധികം ഉള്ളത് അയ്യപ്പ ഭക്തന്മാരുമാണ്. അവരുടെ മതവികാരം വ്രണപ്പെട്ടു. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടത്. പത്തനംതിട്ടയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും കേരളത്തിലെമ്പാടും ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം.